ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്കിലെ 2ാമത്തെ ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. ഇവിടെയും കുറേ ഡേറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ റൺസ് അതാണ് തന്നിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ കോളത്തിൽ നേരത്തെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യം റൺസ് എഴുതും അല്ലേ. ഇവിടെ 0 മുതൽ, അതായത് 0 റൺ ഉണ്ട്, പിന്നെ 104 വരെ കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ അതിങ്ങനെ താഴോട്ട് എഴുതൽ ബുദ്ധിമുട്ടാണ്. അത് മാത്രവുമല്ല, നമുക്ക് കളിക്കാരൻ്റെ പ്രകടനം എങ്ങനെയുണ്ട് എന്നുള്ളത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേണം താനും. അങ്ങനെ ആവുമ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അയാൾ എത്ര സെഞ്ചുറി നേടി. സെഞ്ചുറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100 റൺസാണ്. 100 റൺസോ 100ന് മുകളിലോ വരുമ്പോൾ അത് സെഞ്ചുറിയായി അല്ലേ. ഇനി ഹാഫ് സെഞ്ചുറി അഥവാ അർദ്ധ സെഞ്ചുറി എന്ന് പറഞ്ഞാലോ, സെഞ്ചുറിയുടെ പകുതി അല്ലേ, ഹാഫ് സെഞ്ചുറി. അതായത് 100ൻ്റെ പകുതി 50, 50, 51, 52 അങ്ങനെ അതെല്ലാം ഹാഫ് സെഞ്ചുറിയിൽ പെടും. അതായത് 100 എത്തിക്കഴിഞ്ഞാൽ അത് സെഞ്ചുറിയാവും. അതായത് 99 വരെ ഹാഫ് സെഞ്ചുറിയിൽ പെടും. ഇനി 50ലും താഴെ റൺസാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കുറച്ച് ഓരോ ഗ്രൂപ്പാക്കി തിരിക്കാം അല്ലേ. അതായത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ ക്ലാസ് അഥവാ വിഭാഗം ആക്കി നമ്മൾ മാറ്റുകയാണ്. ഓരോ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞു 50ൽ താഴെ എന്ന് പറയുമ്പോൾ 0 മുതൽ 49 വരെ വരുമല്ലോ. ഇനി സെഞ്ചുറി, ഇനി അർദ്ധ സെഞ്ചുറി വേണം. അർദ്ധ സെഞ്ചുറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 50 മുതൽ എവിടം വരെ വരും? 99 വരെ വരും. 100 വരുമ്പോൾ അതെന്താവും? സെഞ്ചുറിയാവും. അപ്പോൾ സെഞ്ചുറിയും വേണം. അപ്പോൾ 100 മുതൽ 100 ആൻഡ് എബോവ് അല്ലേ, ഇതാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, നമ്മൾ വിഭാഗങ്ങളാക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടയാളം വേണം, അഥവാ ടാലി വേണം. ടാലി എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ടാലി ചെയ്യുന്നത്? ആദ്യത്തെ നോക്കും 50 ആണ്. 50 ഏതിലാണ് പെടുന്നത്? ഇതിനകത്താണ്, രണ്ടാമത്തേനകത്താണ് പെടുന്നത്. അപ്പോൾ അവിടെ ഒരു മാർക്ക് ഇടുന്നു. പിന്നെ 0 വരുമ്പോൾ 0 ഫസ്റ്റിലാണ്, 49നും ഫസ്റ്റിലാണ്, പിന്നെ 60 വരുന്നത് സെക്കൻഡിൽ, 100 വരുന്നത് ലാസ്റ്റിൽ, 68 വരുന്നത് സെക്കൻഡിൽ, 27 ഫസ്റ്റിൽ, 52 സെക്കൻഡിൽ, 25 ഫസ്റ്റിൽ, 72 ഇതിനകത്ത്. അപ്പോൾ 5 ആയപ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വിട്ടു. പിന്നെ 90 വന്നു, പിന്നെ 102 വന്നു, പിന്നെ 11 വന്നു, പിന്നെ 38 വന്നു, പിന്നെ 48 വന്നു, പിന്നെ 104 വന്നു, പിന്നെ 101 വന്നു, പിന്നെ 58 വന്നു, പിന്നെ 17 വന്നു, പിന്നെ 64 വന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് കോളമായിട്ട് എന്താണ് ഞാൻ പറഞ്ഞത്? അതായത് ഈ വിഭാഗത്തിൽ, ഈ ക്ലാസ്സിൽ പെടുന്നത് എത്ര പേരുണ്ടെന്ന് നമുക്കിവിടെ എഴുതണം. അതാണ് നമ്മുടെ ഫ്രീക്വൻസി അഥവാ ആവൃത്തി. അപ്പോൾ 5, 3, 8, ഇവിടെ 5, 3, 8, ഇവിടെ 4 അല്ലേ. ഇപ്പോൾ ടോട്ടൽ 20 ആയാലും ഇവിടെ ടോട്ടൽ 20 ഡേറ്റാസ് ആണല്ലോ തന്നിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ടേബിൾ ഉണ്ടാക്കാം, അതായത് ഫ്രീക്വൻസി ടേബിൾ, ആവൃത്തി പട്ടിക നമുക്ക് ഉണ്ടാക്കാം. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ തരികയാണ്. അതായത് കുറേ പേരുടെ വെയിറ്റാണ്. ഇനി ഈ ഒരു എക്സാമ്പിളിലും ഞാൻ ഇതേപോലെ ഫ്രീക്വൻസി ടേബിൾ അഥവാ ആവൃത്തി പട്ടിക ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആവൃത്തി പട്ടിക ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുത്തെ പോലെ ഓരോ ക്ലാസ് അഥവാ വിഭാഗമാക്കി നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 32 ആണ്, പിന്നെ ഏറ്റവും വലുതെന്ന് പറയുന്നത് 59 വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കുക, 0 മുതൽ 49 വരെ, പിന്നെ അടുത്ത 50 തൊട്ടാണ് 99 വരെ. അങ്ങനെയാണല്ലോ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത്. അപ്പോൾ ഇവിടെ ഞാൻ അതേപോലെ ആക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്ലാസ് ആയിട്ട് 30 മുതൽ 34 വരെ എടുക്കാം അല്ലേ. ഇപ്പോൾ 32 33 അതിനകത്ത് വരും. പിന്നെ 35 മുതൽ 39 വരെ, പിന്നെ 40 മുതൽ 44 വരെ, പിന്നെ 45 തൊട്ട് 49 വരെ, 50 തൊട്ട് 54 വരെ, പിന്നെ ലാസ്റ്റ് ഉള്ളത് 54 തൊട്ട് 59 വരെ അല്ലേ.
ഇനി നമുക്ക് ടാലി അടയാളപ്പെടുത്തണം അല്ലേ. ടാലി അടയാളപ്പെടുത്തുമ്പോൾ ഇത് 30 മുതൽ 34 വരെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 30 ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു 44.5 കിടപ്പുണ്ട് അല്ലേ. ഈ ഒരു മെഷർ ഒരാളുടെ വെയിറ്റ് 44.5 നമ്മളിവിടെ എവിടെ ഉൾപ്പെടുത്തും? അതായത് ഇവിടെ 40 മുതൽ 44 വരെ എന്ന് പറയുമ്പോൾ 44 വരെ ഉള്ളൂ, 44.5 ഇല്ല. അടുത്തത് 45 തൊട്ട് 49 വരെ, അതിനകത്ത് 45 തൊട്ടേ ഉള്ളൂ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന 44.5 അന്നേരം മിസ്സാകും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതി മാറ്റി, അതായത് ഇവിടെ 30 മുതൽ 34 വരെ, പിന്നെ 35 തുടങ്ങുന്നത്, ആ ഒരു രീതി മാറ്റിയിട്ട് ഇവിടെ 30 മുതൽ 35 വരെ ആക്കുന്നു. ക്ലിയറായോ? പിന്നെ 35 എവിടം വരെ ആക്കുന്നു? 40 വരെ ആക്കുന്നു. പിന്നെ 40 തൊട്ട് 45 വരെ ആക്കുന്നു. അപ്പോൾ ഒരു ഡേറ്റായും മിസ്സാകുകയല്ല. 45 തൊട്ട് 50 വരെ ആക്കുന്നു, 50 തൊട്ട് 55 വരെ ആക്കുന്നു, 55 തൊട്ട് 60 വരെ ആക്കുന്നു. ക്ലിയറായോ? അപ്പം നമുക്ക് ഈ 44.5 നമുക്ക് ഏതിനകത്ത് ഉൾപ്പെടുത്താം? 40 to 45 എന്ന ക്ലാസ് അഥവാ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇനി 35 നമ്മൾ എവിടെ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് ഇവിടെ രണ്ടിടത്തും 35 വന്നിട്ടുണ്ട്, അല്ല രണ്ടിടത്തും 40 വന്നിട്ടുണ്ട്, രണ്ടിടത്ത് 45 വന്നിട്ടുണ്ട്, രണ്ടിടത്ത് 50 വന്നിട്ടുണ്ട്, രണ്ടിടത്ത് 55 വന്നിട്ടുണ്ട്. അപ്പോൾ 35 നമ്മൾ ഉൾപ്പെടുത്തുന്ന ഈ രണ്ടാമത്തെ ക്ലാസ്സിലാണ്, 40 നമ്മൾ ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ ക്ലാസ്സിലാണ്, ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുകയല്ല. 45 അതുപോലെ നാലാമത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തും, മൂന്നാമത്തേൽ ഉൾപ്പെടുത്തുകയില്ല. അങ്ങനെ ഓരോന്ന് നമ്മൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ടാലി അടയാളപ്പെടുത്താൻ എളുപ്പമാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കുക, 30 മുതൽ 35 വരെ, അല്ലെങ്കിൽ ആദ്യത്തെ 38 ആണല്ലോ, 38 എവിടെ വരും? രണ്ടാമത്തെ ക്ലാസ്സിൽ വരും. 37.5 രണ്ടാമത്തേലല്ലേ. 40.5 എവിടെ വരും? 40 മുതൽ 45 വരുന്നത് 40.5. 59 വരുന്നത് ലാസ്റ്റ് ഇതിൽ, 48 വരുന്നത് ഇവിടെ, പിന്നെ വീണ്ടും 48 ഉണ്ട്, പിന്നെ 44.5 ഇവിടെ വരും. കാരണം 45 വരെ ഉണ്ട്, 45 ഇല്ല, 45 വരെ. ഇനി 42.5 അതിനകത്ത് തന്നെ, ഇവിടെ 40 മുതൽ 45 വരെ ഉള്ളതിനകത്ത് 55 വരുന്നത് എവിടെയാണ്? 55 വരുന്നത് ഈ ലാസ്റ്റ് വിഭാഗത്തിലാണ് 55 വരുന്നത്. ക്ലിയർ ആയാലും അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യും. ഇപ്പോൾ ടാലിയും ഫ്രീക്വൻസിയും ഒക്കെ ഇതേപോലെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് എല്ലാ ക്വസ്റ്റ്യനിലും ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. വിഭാഗം അഥവാ ക്ലാസ് ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിൽ, അതായത് ആദ്യത്തേലെ അവസാനത്തെ നമ്പറും രണ്ടാമത്തേലെ ആദ്യത്തെ നമ്പറും സെയിം ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്നിട്ട് ലാസ്റ്റ് കോളം ഫ്രീക്വൻസി അഥവാ ആവൃത്തി നമ്മൾ ഉണ്ടാക്കും. ഇനി നമുക്ക് പേജ് നമ്പർ 208 ചോദ്യങ്ങൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസത്തെ ഹയസ്റ്റ് ടെമ്പറേച്ചറാണ്, ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത്. അത് ടോട്ടൽ 40 പട്ടണങ്ങളിലെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫ്രീക്വൻസി ടേബിളാണ് ഉണ്ടാക്കേണ്ടത്, ആവൃത്തി പട്ടികയാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ക്ലാസ് ആക്കിയാണ് ചെയ്യുന്നത്. ക്ലാസ് അല്ലെങ്കിൽ വിഭാഗം എന്നുള്ളതാണ് ആദ്യത്തെ കോളം അല്ലേ. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ നമ്മൾ നമ്പർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കുന്ന ഏതാ? ഏറ്റവും ചെറിയ നമ്പർ നോക്കുക, ഏറ്റവും വലുത് നോക്കുക. ഏറ്റവും ചെറുത് ഇവിടെ വന്നിരിക്കുന്നത് 23 ആണ്. ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത് 47 അപ്പോൾ നമുക്ക് 20 മുതൽ 25 വരെ, 20 മുതൽ 25 വരെ എടുക്കാം. രണ്ടാമത്തെ കോളത്തിൽ 25 to 30 കണ്ട, രണ്ട് സെയിം ആയിട്ട് വന്ന കണ്ട. 25 ആദ്യത്തേൽ അവസാനം വരണം, രണ്ടാമത്തേൻ്റെ ആദ്യം 25 വരണം. അടുത്ത 30 മുതൽ 35 വരെ, പിന്നെ 35 മുതൽ 40 വരെ, പിന്നെ 40 മുതൽ 45 വരെ, പിന്നെ 45 മുതൽ 50 വരെ. ഇപ്പോൾ ക്ലാസ് ആയല്ലോ അഥവാ വിഭാഗം ആയല്ലോ. ഇനി നമുക്ക് ടാലി അല്ലേ വേണ്ടത്? ടാലി അഥവാ അടയാളം വേണം. അപ്പോൾ നമുക്ക് ഓരോന്നിലെയും നോക്കാം. 41 വരുന്നത് 40ക്കും 45നും ഇടയ്ക്കാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു മാർക്ക് കൊടുക്കാം. പിന്നെ 23, പിന്നെ 32 ഇവിടെ വരും. പിന്നെ 40 എവിടെ വരും? 35 to 40 വരുമോ? 40 to 45 വരുമോ? 40 to 45 40 വരിക. ക്ലിയർ ആയല്ലോ. 25 അതേപോലെ തന്നെ 25 വരുന്നത് രണ്ടാമത്തെ ക്ലാസ്സിലാണ്, രണ്ടാമത്തെ വിഭാഗമായ 25 മുതൽ 30 വരെയുള്ളതിലാണ് വരുന്നത്.
പിന്നെ 30 വരുന്ന മൂന്നാമത്തെ വിഭാഗത്തിൽ, 38 വരുന്നത് ഇവിടെ, 47 ഇടയ്ക്കത്തെ നമ്പർ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. മറ്റേ 40 വരുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഈ സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്ന ഇതിനകത്തേ വരത്തുള്ളൂ. പിന്നെ 39, പിന്നെ 26, 31, 37, 32, 36, 41, 30, 25, 27, 30, 29, 40, 38, 36, 43, 37, 28, 27, 32, 36, 38, 36, 33, 32, 28, 27, 23, 26, 28, 31. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ടോട്ടൽ നോക്കണം. അതായത് ഓരോന്നിലും വന്നിരിക്കുന്നത് എത്ര എന്നുള്ളത് നമുക്ക് നോക്കണം. അതായത് നമ്പറിന് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രീക്വൻസിന്ന് കൊടുക്കാം. നമ്പർ ഓഫ് ടൗൺസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി അഥവാ ആവൃത്തി. ഇവിടെ 2, ഇവിടെ 5 5 10 1 11, ഇവിടെ 5 5 10, ഇവിടെ 5 5 10, ഇവിടെ 5 1 6, ഇവിടെ 1. ഇതെന്താണെങ്കിലും ടോട്ടൽ ചെയ്യുമ്പോൾ 40 കിട്ടണം. നമുക്ക് നോക്കിക്കാം. 10 20 30 33 39 40. കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഒരു നമ്പർ മിസ്സായിട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ 45 മെമ്പേഴ്സിൻ്റെ ഹൈറ്റ് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. ഇവിടെയും ഫ്രീക്വൻസി ടേബിൾ അഥവാ ആവൃത്തി പട്ടികയാണ് ഉണ്ടാക്കേണ്ടത്. ഇവിടെ ടേബിളിൻ്റെ ജസ്റ്റ് സ്റ്റാർട്ടിങ് തന്നിട്ടുണ്ട്. അതായത് ഹൈറ്റാണ് ഫസ്റ്റ് കോളത്തിൽ കിടക്കുന്നത്. ഹൈറ്റ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ക്ലാസ് ആയിട്ട് അല്ല, വിഭാഗങ്ങളായിട്ട്. അതായത് ഇന്നത് മുതൽ ഇന്നത് വരെ എന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും ചെറുതും ഏറ്റവും വലുതും നോക്കും. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 140 to 145 ആണ് സ്റ്റാർട്ടിങ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ 143 കിടപ്പുണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് 140 തൊട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഹയസ്റ്റ് വന്നിരിക്കുന്നത് 179 ആണ്. അപ്പോൾ അവിടം വരെ, അതായത് 179 എന്ന് പറയുമ്പോൾ 140 to 145, പിന്നെ 145 to 150, പിന്നെ 150 to 155, 155 to 160, 160 മുതൽ 165 വരെ, 165 മുതൽ 170 വരെ, 170 തൊട്ട് 175 വരെ, 179 ഉണ്ട്. അപ്പോൾ 175 തൊട്ട് 175 to 180 വരെ നമുക്ക് വേണം അല്ലേ? ഇനി നമുക്ക് എന്താ ടാലി അല്ലേ വേണ്ടത്? അല്ല, അടയാളം അല്ലേ? ടാലി അഥവാ അടയാളം. അപ്പോൾ നമുക്ക് ഓരോന്നും നമ്മൾ നോക്കി നോക്കി മാർക്ക് ചെയ്യുന്നു. ഇടയ്ക്കുന്ന മാർക്ക് ചെയ്യരുത്, ഒരു നമ്പർ മിസ്സാക്കരുത്. കാരണം നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 45 തന്നെ വരണം. അതുകൊണ്ട് കറക്റ്റ് ആക്കുക. 160 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടാലി മാർക്ക് ഇട്ടു. 145 ഇവിടെയാണ് വരുന്നത്. 168, 156. ഇനി 168.4 ഡെസിമൽ വന്നു, പ്രശ്നമില്ല. 168 വരുന്നത് എവിടെയാ? ഇവിടെയാ. ആ കോളത്തിൽ തന്നെ അല്ലേ വരത്തുള്ളൂ. 168.4. പിന്നെ 170 വരുന്നത് ഇവിടെ. ഫസ്റ്റ് റോ കഴിഞ്ഞല്ലോ. ഇനി 163 ഇവിടെ, 177 ലാസ്റ്റിൽ, 143 ഫസ്റ്റിൽ, 175 ലാസ്റ്റിൽ, 169. അങ്ങനെ നമുക്ക് എല്ലാം മാർക്ക് ചെയ്യാം. അപ്പം നമ്മളിവിടെ ടാലി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ടാലി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓരോ ക്ലാസ്സിലും ഓരോ വിഭാഗത്തിലും എത്ര പേര് വീതം വന്നിട്ടുണ്ട്? 2 പേര്, 3, 3, 5, 5 2 7, 5 5 10 3 13, 5 3 8 4. എങ്ങനെയാണെങ്കിലും ലാസ്റ്റ് നമ്മളൊന്ന് ടോട്ടൽ ചെയ്യണം. ഏതെങ്കിലും മിസ്സായോ ഇല്ലയോ നമുക്ക് അവിടെ നിന്ന് കൺഫേം ചെയ്യാൻ പറ്റും.
ടോട്ടൽ നമുക്കിവിടെ 45 പേരുടെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 45 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ അഥവാ ആവൃത്തി പട്ടിക. 2 ക്വസ്റ്റ്യൻസ് പഠിക്കണം. അടുത്ത വീഡിയോയിൽ ഇതിനെ എങ്ങനെയാണ് പിക്ചർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ചിത്രം രൂപമാണ് നമ്മൾ പഠിക്കുന്നത്.